എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി വിഷു സ്പെഷ്യൽ സാമ്പാറാണ്. വീഡിയോ കണ്ടു കഴിയുമ്പം റെസിപ്പി ഇഷ്ടമായാൽ ഈ വിഷുവിന് എല്ലാവരും തയ്യാറാക്കി നോക്കൂട്ടോ. നാളികേരമൊന്നും വറുത്തരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് സദ്യയുടെ കൂടെ മാത്രമല്ല, ഇഡ്ലിയുടെ കൂടെയും ദോശ, ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. വളരെ കുറഞ്ഞ കഷ്ണങ്ങളിൽ തയ്യാറാക്കിയെടുക്കാം. വെണ്ടയ്ക്ക, തക്കാളി, കുറച്ച് ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പം മുരിങ്ങക്കായ ഇതിനകത്തേക്ക് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി നമ്മൾക്ക് ആദ്യം കുറച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഈ ഒരു സാമ്പാറിലേക്ക് വളരെ കുറച്ച് മാത്രം പരിപ്പ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പരിപ്പ് ഞാൻ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. പരിപ്പ് നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 വിസിൽ അതിനുള്ളിൽ നമുക്ക് പരിപ്പ് നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് വേവാനായിട്ട് സ്റ്റൗവിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സാമ്പാറിലേക്ക് ഒരുപാട് കഷ്ണങ്ങൾ നമ്മൾ എടുക്കില്ല കേട്ടോ. പഴയകാല നാടൻ രുചിക്കൂട്ടിലാണത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ വെണ്ടയ്ക്കയും ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്ത സമയം കൊണ്ട് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാമ്പാറിലേക്ക് പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കുമ്പം നല്ല പോലെ വേവിച്ചെടുക്കണം. കാരണം നമ്മൾ ഒരുപാട് കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഈ സാമ്പാർ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി തയ്യാറാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. ഇനി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്ത് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി 2 തക്കാളി, അത്യാവശ്യം കുറച്ച് പുളിയുള്ള തക്കാളിയാണ്, 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പം 3 കഷ്ണങ്ങളും അത്യാവശ്യം നല്ല പോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പരിപ്പ് വേവിച്ച ആ ഒരു വെള്ളം കളയരുത് കേട്ടോ. ആ വെള്ളമായിരിക്കണം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങക്കായ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തോളൂ. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയതുകൊണ്ട് ഒരുപാട് സമയം എടുക്കില്ല. അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കളർ ഒന്ന് ചെറുതായിട്ട് മാറി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് കുറച്ച് അരി ചേർത്ത് കൊടുക്കുക. ഇതിപ്പം മട്ട അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നും എടുക്കേണ്ട. ഇതിപ്പം 1 ടീസ്പൂൺ അത്ര എടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പം ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ തന്നെ ചേർത്ത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിപ്പം എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തത്. ഇനി ഇത് നല്ല പോലെ ആറിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവാൻ വെച്ചിരുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാമ്പാർ പൊടി ചേർത്തിട്ട് സാമ്പാർ തയ്യാറാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുമ്പം. ഇനി പുളി ചേർത്ത് കൊടുക്കുക.
ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരുപാട് ഇളക്കരുത്, അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പുളി കഷ്ണത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്ത് ഒന്ന് കൂട്ടി വെച്ചോളൂ കേട്ടോ. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പ് അരച്ചെടുക്കുമ്പം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാതിരുന്നാൽ മതി. കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചാൽ നമുക്കത് ഇതുപോലെ അരഞ്ഞ് കിട്ടും. അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കിതിനകത്തേക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം നല്ല കുറുകിയ രൂപത്തിൽ കിട്ടും കേട്ടോ ഈ സാമ്പാർ. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് നീട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നല്ല പോലെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല വാസനയാണ് കേട്ടോ. അതുപോലെ തന്നെ കുക്കറിൽ തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും സ്വാദ് ഇതുപോലെ ഒരു മൺചട്ടിക്കകത്ത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി ഒന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ വിഷുവിന് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സാമ്പാർ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം അല്ലേ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.